നമസ്കാരം. റിയാഡ് ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഹോം ഡെക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം ഇങ്ങ് വന്നെത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും ഓണം ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം. ഓണം ഷോപ്പ് ചെയ്യുന്നവർ ഇൻഡോർ പ്ലാന്റൊക്കെ പുതുതായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാസം ആയതുകൊണ്ട് തന്നെ നിറയെ ഹൗസ് വാമിങ്, എല്ലാവരും പുതിയ പുതിയ വീടുകൾ വെച്ചും ഒക്കെ മാറുന്ന ടൈമാണ്. അല്ലെങ്കിൽ ഒരുപാട് ആ സമയം നമ്മുടെ വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിറയെ പ്ലാന്റ് മേടിക്കുന്ന സമയമാണ്. ഓണക്കാലമായിട്ട് നമ്മൾ പുതിയ വീടല്ലാത്തവർ പോലും നമ്മുടെ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗി പിടിപ്പിക്കുകയും മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് നമ്മുടെ ഈ ചിങ്ങമാസം, ഓണക്കാലം. അപ്പം എല്ലാവരും പുതുതായിട്ട് പ്ലാന്റ് മേടിക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളവർ വീണ്ടും കളക്ഷൻസ് കൂട്ടാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കെയർ കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ഇരിക്കുന്നതാണ് നമ്മൾ പ്ലാന്റ് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളത്. മിക്ക വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. മണി പ്ലാന്റ് മാത്രമല്ല, നമുക്ക് ഒട്ടുമിക്ക പ്ലാന്റുകളും ഇൻഡോർ ആയിട്ടിരിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിമനോഹരമായിട്ടും ഭംഗിയോടുകൂടിയും നമ്മുടെ വീട്ടിൽ വെള്ളത്തിൽ പ്ലാന്റ് ഇരിക്കും എന്നുള്ളത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷേ കുറച്ച് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ നോർമലി സോയിലിൽ വെക്കുമ്പോൾ ഏറ്റവും വെള്ളം കുറച്ച് കൊടുക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ CC പ്ലാന്റ് പറയും, സാൻസേവേരിയ പറയും. പക്ഷേ ഈ CC പ്ലാന്റും സാൻസേവേരിയ പോലും നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് മനോഹരമായിട്ട് നമ്മളുടെ വീട്ടിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ആ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്ലാന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് വാട്ടർ പ്രൊപ്പഗേഷൻ. എല്ലാവരും ഇപ്പോൾ നമ്മൾ എന്ത് പ്ലാന്റ്, അഗ്ലോണിമയുടെ ഒരു അഗ്ലോണിമ നമുക്കിപ്പം കട്ട് ചെയ്യാനുള്ളത്, അഗ്ലോണിമ കുറച്ച് വളർന്ന് അതിൻ്റെ കുറച്ച് ഭംഗിയൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഗ്ലോണിമയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല രീതിക്ക് വേരുകൾ വരികയും, വേരുകൾ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ആ പ്ലാന്റിനെ എടുത്ത് നല്ലൊരു പോട്ട് മിക്സ് ഉണ്ടാക്കി അതിലോട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അഗ്ലോണിമ വളർന്നു വരും. നമ്മളല്ലാതെ കട്ട് ചെയ്ത് നോർമലി ഒരു മണ്ണിൽ വെക്കുമ്പോൾ ചിലപ്പം ചീഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ വാട്ടർ പ്രൊപ്പഗേഷനാണ്. നമുക്കിനി വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാന്റ് തന്നെ ഫുൾ കട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. ഇപ്പം CC പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഒരു 5-6 ഷൂട്ടുള്ളൊരു CC പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്നാൽ മതി. കുറച്ച് ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷേ ഒരു വിത്തിൻ 1 മന്ത് കൊണ്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ബൾബൊക്കെ ഫോം ആയിട്ട് പുതിയൊരു പ്ലാന്റ് ആക്കി തന്നെ നമുക്ക് അതിനെ എടുക്കാം. അതുപോലെ തന്നെ CC പ്ലാന്റ് കഴിഞ്ഞ് നമ്മുടെ സാൻസേവേരിയ, അതും ഈ പറയുന്ന പോലെ ഒരു ലീഫ് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ നമുക്കൊരു പുതിയ പ്ലാന്റ് അതിൽ നിന്ന് കിളിച്ചു വരും. കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്കും നമുക്കതിനെ നല്ലൊരു പോട്ട് മിക്സിലാക്കി എടുത്താൽ പുതിയൊരു പ്ലാന്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഇങ്ങനെയല്ല, നമുക്ക് സോയിലിൽ ചെയ്യാം. പക്ഷേ കുറച്ച് പേരുടെയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സോയിലിൽ വെക്കുമ്പോൾ ചീഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നല്ല സോയിൽ കിട്ടാനില്ല, മണ്ണ് കിട്ടാനില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ മണ്ണ് കിട്ടാനില്ല എന്നുള്ള ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് പ്ലാന്റിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്ടർ പ്രൊപ്പഗേഷൻ. പ്ലാന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യത്തിലല്ല, നമുക്ക് ഉള്ള പ്ലാന്റിനെ ചീത്തയാവാണ്ട് നിലനിർത്താൻ പറ്റുന്നതും വാട്ടറിലൂടെ തന്നെയാണ്. ചില ആളുകളുണ്ട്, നമ്മൾ പ്ലാന്റ് വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഇത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൻ്റെ ഏരിയയിലുള്ള ഒരു ഷോപ്പാണ് നമ്മളുടെ. അപ്പം നമ്മളുടെ ഇതിന് ചുറ്റുവട്ടമുള്ള ആൾക്കാരാണ് ഒരുപാട് പേര് നമ്മളുടെ ഷോപ്പിലേക്ക് വരാറുള്ളത്. അവർക്ക് അധികവും അവരുടെ വീട് ഇവിടെ ആയിരിക്കത്തില്ല, കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ എന്തെങ്കിലും വെക്കേഷൻ സമയത്തൊക്കെ അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ വെക്കേഷൻ ടൂറിനോ ഒക്കെ പോകുന്ന സമയത്ത് 1-2 ആഴ്ചയൊക്കെ അവരുടെ വീട് അടച്ചിട്ടിട്ട് പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ അന്നേരമെല്ലാം ഈ പ്ലാന്റിന് വെള്ളം ഒഴിക്കാനില്ലാഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ചീത്തയാവുമോ എന്നുള്ള പേടികൊണ്ട് അധികം ആൾക്കാരും വന്ന് പ്ലാസ്റ്റിക് പ്ലാന്റുകൾ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പ്ലാന്റുകളെയൊക്കെ നിങ്ങൾ മേടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലാവുമ്പോഴത്തേക്ക് നിങ്ങൾ 1 വീക്ക് വെള്ളം മാറ്റിയില്ല എന്ന് വെച്ചിട്ട് പ്ലാന്റ് ചീത്തയായി പോകത്തില്ല. 1-2 ആഴ്ച നിങ്ങളില്ല, നിങ്ങളുടെ പ്ലാന്റ് അതുപോലെ തന്നെ ഇരിക്കും, ഒരു പ്രശ്നവും വരത്തില്ല. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പ്ലാന്റുകൾ വെള്ളത്തിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം, ആ വെള്ളത്തിനുള്ള വളരെ കുറച്ച് മിനറൽസ് കൊണ്ട് വേണം നമ്മളുടെ പ്ലാന്റ് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഹെൽത്തി ആയിട്ടും നമ്മുടെ പ്ലാന്റിൻ്റെ നല്ല കളറോട് കൂടിയും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വെള്ളം മാത്രം പോരാ, പകരം അതിന് നല്ലപോലെ ഫെർട്ടിലൈസും ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
നമ്മൾ നോർമലി സോയിലിൽ വെക്കുന്ന പ്ലാന്റ്സിന് ഒരു 15 ദിവസമാണ് ഫെർട്ടിലൈസിങ് പറയുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റിന് അത് 1 വീക്ക് നമ്മൾ ഓരോ ആഴ്ചകളിലും നമുക്ക് അതിന് ഫെർട്ടിലൈസിങ് ചെയ്യേണ്ടതാണ്. അതിനെപ്പോഴും നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ലിക്വിഡ് ഫെർട്ടിലൈസർ അത് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനൊരു പ്രൊപ്പഗേഷൻ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ടാവുമായിരിക്കും ആ ഫെർട്ടിലൈസറിന്. ആ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ വെള്ളത്തിൽ ആ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വെള്ളത്തിലിരിക്കത്തുള്ളൂ. അപ്പം വീക്കിലി വൺസ് ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ സെറ്റ് ചെയ്യാനും പറ്റും, വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ നിന്ന് ചീത്തയായി പോവാതിരിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഡോർ പ്ലാന്റ് മേടിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ചീഞ്ഞു പോകുന്ന ആൾക്കാർക്ക്, ഒത്തിരി പേരും ഇങ്ങനെ പറയും ഞാൻ ഒത്തിരി പ്ലാന്റ് മേടിച്ചു, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയി, ഇനി എനിക്ക് ഒറിജിനൽ പ്ലാന്റ് ലൈവ് പ്ലാന്റ് വേണ്ട, ആർട്ടിഫിഷ്യൽ മതിയെന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ നശിച്ചു പോകുന്നത്? വെള്ളം കൂടിയിട്ടാണോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നുള്ള ആ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളത്, വെള്ളത്തിൽ നമ്മൾ പ്ലാന്റിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്ലാന്റ് മേടിച്ചിട്ട് നശിച്ചു പോയി എന്നുള്ള വിഷമം വരത്തില്ല, നമ്മുടെ പൈസ പോയി എന്നുള്ള സങ്കടം ഉണ്ടാവത്തില്ല, നമ്മുടെ വീട്ടിൽ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.